ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റെസൊണൻസ് അബ്സോർപ്ഷനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ മാക്സിമം അബ്സോർപ്ഷൻ കിട്ടണമെങ്കിൽ എന്തായിരിക്കണം? സെയിം ക്രിസ്റ്റൽ ലാറ്റിസിലാവണം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐസോമർ ഷിഫ്റ്റിനെ കുറിച്ചാണ്. ഐസോമർ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ എൻവയർമെൻറ്റ്, അതായത് ഗാമാറെ എമിറ്റ് ചെയ്യുന്ന എൻവയർമെൻറ്റ് എന്ന് പറയുന്നതും അബ്സോർബ് ചെയ്യുന്ന എൻവയർമെൻറ്റ് എന്ന് പറയുന്നതും ഡിഫറൻ്റ് ആണെന്ന് വിചാരിക്കാം. അതായത് സെയിം കൈൻഡ് ഓഫ് ന്യൂക്ലിയസ് ആണ് ചെയ്യേണ്ടതെങ്കിൽ പോലും എമിറ്റ് ചെയ്യുന്ന എൻവയർമെൻറ്റ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നതും ഗാമാറെ അബ്സോർബ് ചെയ്യുന്ന ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നതും ഡിഫറൻ്റ് ആണെങ്കിൽ ഈ രണ്ട് കറസ്പോണ്ടിങ് E0ക്ക് അതായത് ഗ്രൗണ്ട് സ്റ്റേജും അതുപോലെ എക്സൈറ്റഡ് ലെവലിലും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ. ദർ ഈസ് എ സ്മോൾ ചേഞ്ച്. അവിടെ ചെറിയൊരു ചേഞ്ച് ഉണ്ടാവും. കാരണം അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എൻവയർമെൻറ്റ് ചേഞ്ച് ചെയ്തതോടുകൂടെ അവിടുത്തെ എനർജി വാല്യൂ എന്ന് പറയുന്നത് ദർ വിൽ ബി ചേഞ്ച്. അപ്പോൾ ഗാമാറെ എമിറ്റ് ചെയ്യുന്ന സമയത്തുള്ള ട്രാൻസിഷൻ എനർജി എന്ന് പറയുന്നത് E0 എന്ന് പറയുന്നതും അബ്സോർബ് ചെയ്യുന്ന സമയത്തുള്ള ട്രാൻസിഷൻ എനർജി എന്ന് പറയുന്നതും ദർ വിൽ ബി ഡിഫറെൻറ്റ്. ദർ ഇസ് എ സ്മോൾ ചേഞ്ച്. ഈ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഈ ഒരു എനർജി ഡിഫറൻസ് മൂലമുണ്ടാവുന്ന ഒരു ഷിഫ്റ്റിനാണ് എന്താ പറയുക, ഐസോമർ ഷിഫ്റ്റ് എന്ന് പറയുക. That is the energy difference. This means this energy difference is known as isomer shift. അതായത് if the environment of the emitting and absorbing nuclei are different, the energy nuclear transition are different. The difference will be a small amount. This energy difference is known as isomer shift or chemical shift. അല്ലെങ്കിൽ അതിന് കെമിക്കൽ ഷിഫ്റ്റ് എന്നും കൂടി പറയാറുണ്ട്. നമ്മൾ കെമിക്കൽ ഷിഫ്റ്റ് നമ്മൾ NMRൻ്റെ കേസിൽ പഠിച്ചിരുന്നു. അതേ സംഭവം തന്നെയാണ് ഇവിടെയും വരുന്നത്. പക്ഷേ ഇവിടെ വരുന്നത് എനർജി ഡിഫറൻസ് മൂലമാണ്. ഇറ്റ് വിൽ ബി ഡിനോട്ടഡ് ആസ് ഡെൽറ്റ. ഓക്കെ. അപ്പോൾ ഈ ഐസോമർ ഷിഫ്റ്റിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ റെസൊണൻസ് ലൈന് ഷിഫ്റ്റ് ചെയ്യുക എന്നതാണ് ഫ്രം ദ സീറോ പൊസിഷൻ. അപ്പോൾ എഫക്റ്റ് ഓഫ് ഐസോമർ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഷിഫ്റ്റ് ദ റെസൊണൻസ് ലൈൻ ഫ്രം സീറോ പൊസിഷൻ. അപ്പോൾ സീറോ പൊസിഷനിൽ നിന്ന് ചേഞ്ച് വരാമെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് വരാം, അല്ലെങ്കിൽ പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് വരാം. സോ ഡെൽറ്റ എന്ന് പറയുന്നത് പോസിറ്റീവും വരാം, അതുപോലെ നെഗറ്റീവും വരാം. വിത്ത് ഡിപ്പെൻഡ്സ് ഓൺ ദ സാമ്പിൾ. ആ സാമ്പിളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒന്നാണ് ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഈ ഒരു ഷിഫ്റ്റ് വരാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ന്യൂക്ലിയസ് ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഫൈനൈറ്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, അതായത് ന്യൂക്ലിയസിന് ഒരു ഫൈനൈറ്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഒരു പോയിൻറ്റ് ചാർജിലല്ല നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്, പകരം ഒരു പർട്ടിക്കുലർ ഏരിയ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ന്യൂക്ലിയസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ ഈ ന്യൂക്ലിയസിൻ്റെ കേസിൽ ഈ ആറ്റത്തിൻ്റെ കേസിൽ ന്യൂക്ലിയസും വരുന്നുണ്ട്, ഇലക്ട്രോണും വരുന്നുണ്ട്. അപ്പോൾ ന്യൂക്ലിയസ് നമ്മളൊരു ഫൈനൈറ്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷനായിട്ട് എടുക്കുകയാണ്, ഇലക്ട്രോണ് നമുക്കൊരു ഫൈനൈറ്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ന്യൂക്ലിയസ്, അതായത് ഈ ന്യൂക്ലിയസും ഈ ഇലക്ട്രോണും തമ്മിൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻ സംഭവിക്കും. ഈ ഇൻട്രാക്ഷൻ്റെ ഫലമായിട്ട് ന്യൂക്ലിയസിൻ്റെ എനർജി ലെവലിൽ എന്തുണ്ടാവും, ഒരു ചേഞ്ച് വരും. അതായത് ഈ രണ്ട് എഫക്റ്റ് മൂലം ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഇൻട്രാക്ഷൻ്റെ ഫലമായിട്ട് എ ചേഞ്ച് ഇൻ ദ എനർജി ലെവൽ ഓഫ് ദ ന്യൂക്ലിയസ്. ആ ചേഞ്ച് ഇൻ എനർജി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു can be defined as delta is equal to 2 pi divided by 5 z e square r square psi of 0 square എന്നതാണ്. ഇതിൽ z എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ, ഈ ചാർജ് r എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ,
നമ്മളൊരു ഡിസ്ട്രിബ്യൂഷൻ കൺസിഡർ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു സർക്കിളായിട്ടാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ റേഡിയസ് ആണ് R എന്ന് പറഞ്ഞത്. psi ഓഫ് 0 എന്ന് പറയുന്നത് ടോട്ടൽ ഇലക്ട്രോൺ ഡെൻസിറ്റി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു ചേഞ്ച് ഇൻ എനർജി കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾക്കൊരു സോഴ്സും, അതായത് മോസോപിയർ സ്പെക്ട്രത്തിൽ നമുക്കൊരു സോഴ്സ് ഉണ്ടാവും, അതുപോലെ ഒരു അബ്സോർബർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സോഴ്സ് എന്ന് പറയുന്നത് ഇതാണ് ഗ്രൗണ്ട് ലെവല്, ഇതാണ് എക്സൈറ്റഡ് ലെവല്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻ്റെ ഫലമായിട്ട് അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഒരു ചാർജ് എനർജി ചേഞ്ച് ചെയ്യുന്നുണ്ട്. ദിസ് എനർജി എന്ന് പറയുന്നത് ഡെൽറ്റ ഇ എന്നതാണ്. ഗ്രൗണ്ട് സ്റ്റേജിലുള്ളത് കൊണ്ട് ഞാൻ ഗ്രൗണ്ട് എന്നുള്ള റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നു. അതുപോലെ എക്സൈറ്റഡ് ലെവലിലും എന്തുണ്ടാവും, ഒരു എനർജി ചേഞ്ച് ഡിഫറൻസ് വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഡെൽറ്റ ഇ ഫോർ ദ എക്സൈറ്റഡ് ലെവൽ. ഓക്കെ, ഇനി ഈ രണ്ട് ചേഞ്ച് വന്നിട്ടുള്ള ലെവലുകളുണ്ടല്ലോ, ആ ലെവലുകൾ തമ്മിലുള്ള ഡിഫറൻസിനാണ് എന്താ പറയുക, ഈ എക്സ് എന്ന് കളിക്കുക. അപ്പോൾ ഇ എസ് എന്ന് പറയുന്നത് സോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ഡിഫറൻസ് ആണെന്ത്, ഇ എസ് എന്ന് പറയുന്നത്. അതുപോലെ അബ്സോർബറിൻ്റെ കേസിലും ഇതേപോലെ ഉണ്ടാവും, അതായത് ഒരു ചേഞ്ച് ഡിഫറൻസ് ഉണ്ടാവും. ഇവിടെ ഡെൽറ്റ ഇ ഗ്രൗണ്ട്, ഇവിടെ ഡെൽറ്റ ഇ എക്സൈറ്റഡ്. ഈ രണ്ട് ലെവലുകൾ തമ്മിലുള്ള ഡിഫറൻസ്, ആ ഡിഫറൻസ് ഞാൻ ഇ എ എന്നുള്ള നൊട്ടേഷൻ കൊടുക്കുകയാണ്. ഇത് അബ്സോർബറിൻ്റെ കേസിലുള്ള എനർജി ഷിഫ്റ്റാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു പർട്ടിക്കുലർ ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അതായത് സോഴ്സിന് മാത്രം കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ഡിഫറൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ക്യാപിറ്റൽ ഡെൽറ്റ ഇ സീക്വൽ ടു, അതായത് സോഴ്സിന് മാത്രം കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷിഫ്റ്റാണ് നമ്മൾ കാണുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇ എക്സൈറ്റഡ് മൈനസ് ഡെൽറ്റ ഇ ഗ്രൗണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, സോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ഡിഫറൻസ് നമുക്ക് കാൽക്കുലേറ്റ്, അതായത് ചേഞ്ച് ഇൻ എനർജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡെൽറ്റ ഇയുടെ വാല്യൂ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ വാല്യൂ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്മോൾ ഡെൽറ്റ ക്യാപ് ഓഫ് ഡെൽറ്റ ഇ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് മീൻസ് ദാറ്റ് ഗ്രൗണ്ടും എക്സൈറ്റഡ് ലെവലും തമ്മിലുള്ള എനർജി ഡിഫറൻസ്, എനർജി ചേഞ്ചാണ് ഈ കാണിക്കുന്നത്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ ക്യാപിറ്റൽ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 2π ഡിവൈഡഡ് ബൈ 5 സെഡ് ഇ സ്ക്വയർ psi ഓഫ് 0 സ്ക്വയർ ഇൻറ്റു ആർ എക്സൈറ്റഡ് സ്ക്വയർ മൈനസ് ആർ ഗ്രൗണ്ട് സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ആർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ റേഡിയസ് ആണ്. ഡി ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് സ്പിയർ ഓഫ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഡി ആർ എന്ന് പറഞ്ഞാൽ ഡി ആർ ഫോർ ഇ ആർ എക്സൈറ്റഡ് സ്ക്വയർ മൈനസ് ആർ ഗ്രൗണ്ട് സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2r dr. ഇനി ഇവിടെ ഒരു ആർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്, ആർ കൊണ്ട് ഡിവൈഡിങ് ചെയ്യുകയാണെങ്കിൽ 2r സ്ക്വയർ dr ഡിവൈഡഡ് ബൈ ആർ എന്നുള്ള വാല്യൂ നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഡി ആർ എന്ന് പറഞ്ഞാൽ ഇതിന് കറസ്പോണ്ടിങ്, ഇത് ഈക്വലൻ്റ് അല്ല, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ്. അപ്പോൾ 2r dr എന്നായിരിക്കും ഇതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള വാല്യൂ. ഇതിൽ ബി ഈക്വൽ ടു, അതായത് ഡി ആർ എന്ന് പറഞ്ഞാൽ ആർ എക്സൈറ്റഡ് സ്ക്വയറും ആർ ഗ്രൗണ്ട് സ്റ്റേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫറൻസ് ആണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2r dr ബൈ ഡിഫറൻഷ്യൽ മെത്തേഡ്. അങ്ങനെയാണെങ്കിൽ 2r സ്ക്വയർ dr ഡിവൈഡ് ബൈ ആർ എന്ന് എഴുതാം. ഇതിപ്പോൾ സോഴ്സിൻ്റെ മാത്രമാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ ഡെൽറ്റ ക്യാപിറ്റൽ ഡെൽറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാം 2π ഡിവൈഡഡ് ബൈ 5 സെഡ് ഇ സ്ക്വയർ psi ഓഫ് 0 സ്ക്വയർ ആർ സ്ക്വയർ ഡി ആർ ഡിവൈഡഡ് ബൈ ആർ. ഇവിടെ ഒരു 2 ഉണ്ട്, ഈ 2 ഇവിടെ എന്താക്കി 4 ആക്കി മാറ്റി. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഒരു സോഴ്സിൻ്റെ മാത്രമാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്, സോഴ്സിൻ്റെ എനർജി മാത്രമാണ് നമ്മളിവിടെ കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഡെൽറ്റ അബ്സോർബറിൻ്റെ കേസും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം 4
4π/5 ZE². അപ്പോൾ സോഴ്സിൻ്റെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി സോഴ്സ് എന്ന് കാണിക്കുകയാണ്. ψ(0)² അബ്സോർബർ R² dR/R എന്ന് നമുക്ക് എഴുതാം. ഇനി നമ്മൾ മോസോർബിയസ് സ്പെക്ട്രം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു സോഴ്സും വരുന്നുണ്ട്, അതുപോലെ ഒരു അബ്സോർബറും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത്, അതായത് സോഴ്സിൻ്റെയും അബ്സോർബറിൻ്റെയും വരുന്ന എനർജി ഡിഫറൻസ് എന്ന് പറയുന്നതാണ് എന്ത്, ഐസോമർ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു ഐസോമർ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എമിറ്റ് ചെയ്യുന്ന സോഴ്സിൻ്റെയും അബ്സോർബ് ചെയ്യുന്ന സോഴ്സിൻ്റെയും എൻവയറമെൻറ്റ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ അതിലൊരു എനർജി ഡിഫറൻസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ എനർജി ഡിഫറൻസ് ആണ് എന്ത്, അതായത് സോഴ്സ് എമിറ്റ് ചെയ്യപ്പെടുന്ന പാർട്ടിക്കിൾസിന് എൻവയറമെൻറ്റിൽ ഉണ്ടാകുന്ന ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നതും അബ്സോർബ് ചെയ്യുന്ന എൻവയറമെൻറ്റിൽ ഒരു പർട്ടിക്കുലർ എൻവയറമെൻറ്റ്, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എൻവയറമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. അവിടെയാണ് നമ്മൾ അബ്സോർബ് ചെയ്യുന്നത്. അതിലുള്ള എനർജി, ട്രാൻസിഷൻ എനർജി എന്ന് പറയുന്നതും ഡിഫറെൻ്റ് ആണ്. ആ ഡിഫറെൻ്റ് മൂലം ആ ഡിഫറൻസാണ് ഇവിടെ ഐസോമർ ഷിഫ്റ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാൻസിഷൻ എനർജി ഫോർ ദ സോഴ്സ്, അതായത് എമിറ്റ് ചെയ്യപ്പെടുന്ന മോളിക്യൂൾസിൻ്റെ എനർജി ട്രാൻസിഷൻ എനർജിയാണ് ഈ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. അബ്സോർബറിൻ്റെ കേസിലുള്ള എനർജിയാണ് ഇത് കാണിച്ചിട്ടുള്ളത്. ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഇവ തമ്മിലുള്ള ഒരു ഡിഫറൻസ്, അതാണ് ഐസോമർ ഷിഫ്റ്റ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. സോ ഐസോമർ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഡെൽറ്റ സീക്വൽ ടു നമുക്ക് എങ്ങനെ പറയാം, 4π/5 ZE² R² dR/R ψ(0)² അബ്സോർബർ ψ(0) സോഴ്സ് എന്ന രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഈ ψ(0)യുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് വരുന്നത് എക്സ് ഓർബിറ്റലിൽ നിന്നായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള ഓർബിറ്റലിൻ്റെ കറസ്പോണ്ടിങ്, അതായത് P,D,F എന്ന പോലത്തെ ഓർബിറ്റൽസാണ് അവസാനം വരുന്നതെങ്കിൽ അവിടെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ആയിരിക്കും അവിടെ സംഭവിക്കുക. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഷീൽഡിങ് പ്രോസസ്സ് ആയിരിക്കും അവിടെ എന്ത് ചെയ്യുക ഉണ്ടാവുക, ഷീൽഡിങ് പ്രോസസ്സ്. ഫോർ എക്സാമ്പിൾ ഒരു മോളിക്യൂൾസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് 3D5 4x1 3D6 4x1. അപ്പോൾ ഇതിൽ ഔട്ടർ മോഷൻ എന്ന് പറയുന്നത് ഡി ഷെല്ലാണ്, ഇവിടെയും ഡി ഷെല്ലാണ്. അപ്പോൾ ഇവിടെ 5 ഇലക്ട്രോണാണ് ഡിയിൽ വരുന്നത്, ഇവിടെ 6 ഇലക്ട്രോണാണ് ഡിയിൽ വരുന്നത്. അപ്പോൾ ഇവിടെ 5 ഇലക്ട്രോൺ മൂലമായിട്ടുള്ള ഒരു ഷീൽഡിംഗ് ആയിരിക്കും ഇവിടെ വരുന്നത്, ഇവിടെ 6 ഇലക്ട്രോണുമായി ബന്ധപ്പെട്ടുള്ള ഷീൽഡിംഗ് ആണ് വരുന്നത്. ഇത് ഇൻഡയറക്റ്റ് ഇൻട്രാക്ഷൻ ഓഫ് എക്സ് ഓർബിറ്റലാണ് PDF-ലൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ 6 ഇലക്ട്രോണിൻ്റെ ഷീൽഡിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഡിക്രീസസ്. കാരണം കൂടുതൽ ഇലക്ട്രോൺസ് അവിടെ വരുന്നത് കൊണ്ട് തന്നെ ഷീൽഡിംഗ് പ്രോസസ്സ് അവിടെ ഇൻക്രീസ് ചെയ്യും. ഷീൽഡിങ് കൂടുന്നതോടുകൂടി ഇലക്ട്രോണിൻ്റെ ഡെൻസിറ്റി ഇറ്റ് വിൽ ബി ഡിക്രീസസ്. അപ്പോൾ എസ് ഓർബിറ്റിലുള്ള കോൺട്രിബ്യൂഷനാണ് നമ്മൾ മെയിനായിട്ട് അവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇൻ കേസ് ബാക്കി PDF പോലത്തെ മോളിക്യൂൾസിലാണ് അത് വരുന്നതെങ്കിൽ അവിടെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ആയിരിക്കും, ദാറ്റ് ഈസ് ഷീൽഡിംഗ് പ്രോസസ്സ് ആയിരിക്കും അവിടെ എന്ത് ചെയ്യുക അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞതാണ് ഈ രീതിയിൽ. ഇനി നമ്മൾ ഈ ഐസോമർ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡെൻസിറ്റിൻ്റെ ഡിഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വരുന്ന ഒന്നാണ്. ഓക്കെ, അതായത് ഐസോമർ ഷിഫ്റ്റ് എന്ന് പറയുന്നതിൽ ഇത്രയും R എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, DR എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ്, ഒക്കെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂ ആണ്. അപ്പോൾ ഐസോമർ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഈ ടേമിനെ പറയുന്ന പേര്, അതായത് ψ(0)² അബ്സോർബർ മൈനസ് ψ(0) സോഴ്സ് എന്നതിന് പറയുന്ന പേരാണ് കെമിക്കൽ ടേം എന്നാണ് പറയാം. അപ്പോൾ ഈ കെമിക്കൽ ടേം കൊണ്ടാണ് ഈ ഐസോമർ ഷിഫ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഐസോമർ ഷിഫ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യും, കെമിക്കൽ ഐസോമർ ഷിഫ്റ്റ് എന്ന് കൂടി നമ്മൾ പറയാറുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് കെമിക്കൽ ഐസോമർ ഷിഫ്റ്റ്. അപ്പോൾ അത് പറയാനുള്ള കാരണം ഇതാണ്, ഇറ്റ് ഡെൽറ്റ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദ കെമിക്കൽ ടേം. കെമിക്കൽ ടേമിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വരുന്ന ഒന്നായതുകൊണ്ടാണ് ഈ ഐസോമർ ഷിഫ്റ്റിനെ നമ്മൾ എന്ത് പറയാണ്, ഈ കെമിക്കൽ ഐസോമർ ഷിഫ്റ്റ് എന്ന് നമ്മൾ പറയാനുള്ള കാരണം. ഇനി
ഐസോമർ ഷിഫ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഈ റിലേഷൻ വെച്ചിട്ടാണ്. നമ്മൾ പറഞ്ഞു ഡെൽറ്റയുടെ വാല്യൂ പോസിറ്റീവും വരാം നെഗറ്റീവും വരാം. ഇഫ് ഡെൽറ്റ ഈസ് പോസിറ്റീവ്, the electron density for the absorbable will be greater than the electron density of the source. കാരണം ഈ ടേം പോസിറ്റീവ് ആണെങ്കിൽ മാത്രമാണ് ഇവിടെ എന്ത് ചെയ്യുള്ളൂ, ഡെൽറ്റ പോസിറ്റീവായിട്ട് വരുള്ളൂ. അപ്പോൾ അതുപോലെ ഡെൽറ്റ നെഗറ്റീവാണ് വരുന്നതെങ്കിൽ ഇത് എന്ത് ചെയ്യണം, കുറയണം ആസ് കമ്പയർഡ് ടു ദിസ് വൺ. ഓക്കെ. ഇനി ചില കേസുകളിൽ 2 റെസൊണൻസ് കാണിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഒരു സീരീസിൽ തന്നെ 2 റെസൊണൻസ് അവിടെ ബിഹേവ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് നമ്മളിനി പറയാൻ പോകുന്നത്, അതിന് നമ്മുടെ എക്സാമ്പിൾ Na3H2IO6 എന്ന് പറയുന്ന ഒരു മോളിക്യൂൾസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഇതിൽ ഐൻ്റെ കേസിൽ ഐയുടെ വാല്യൂ 127 ആവുന്ന സമയത്തും അതുപോലെ ഐയുടെ വാല്യൂ 129 ആവുന്ന സമയത്തും റെസൊണൻസ് കാണിക്കും. അതായത് 2 റെസൊണൻസ് പോയിൻ്റാണ് അവിടെ ലൈനാണ് അവിടെ കിട്ടുന്നത്. ഒന്ന് I127ലും ഒന്ന് I129ലും. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമുക്കൊരു സോഴ്സ് ഇവിടെ ആവശ്യം വരുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന സോഴ്സ് എന്ന് പറയുന്നത് സിങ്ക് ടെല്ലറൈഡ് എന്ന് പറയുന്ന ഒരു മോളിക്യൂൾസാണ് ടെല്ലറൈഡ്. ഈ ടെല്ലറൈഡ് എന്ന് പറഞ്ഞാൽ ZnTe വെച്ചിട്ടാണ്. അപ്പോൾ ടിയിലൊരു ചേഞ്ച് വരുന്നുണ്ട്. ഇവിടെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സോഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് Te127 ആയിരിക്കും. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉപയോഗിക്കുന്നത് Te129 ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. ഈ അബ്സോർപ്ഷൻ നടക്കുന്നത് രണ്ടും 2 സൈഡിലായിട്ടായിരിക്കും. അതായത് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ സീറോ വെലോസിറ്റി. അതായത് നമ്മളൊരു ഇതിൻ്റെ ഒരു സ്പെക്ട്രം നമ്മൾ വരക്കുകയാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഇതാണ് നമ്മുടെ സീറോ പൊസിഷൻ എന്ന് പറയുന്നത്, സീറോ വെലോസിറ്റി. ഇവിടേക്ക് പോസിറ്റീവും ഇവിടേക്ക് നെഗറ്റീവുമാണ്. അപ്പോൾ നമ്മളിവിടെ കർവ് നമ്മൾ വരക്കുകയാണെങ്കിൽ ഈ രീതിയിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക കിട്ടുക. അതായത് ഒന്ന് ഒരു പോസിറ്റീവ് സൈഡിലേക്കും ഒന്നൊരു നെഗറ്റീവ് സൈഡിലേക്കും കിട്ടുന്ന രീതിയിൽ. അതായത് ഇവിടുത്തെ ഷിഫ്റ്റ് സെൻട്രൽ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ പോയിൻ്റാണ്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് സൈഡിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. അടുത്ത ലൈൻ എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. ഇവിടെ നെഗറ്റീവ് സൈഡിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഷിഫ്റ്റ് ചെയ്യുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് ഡെൽറ്റ 129, ഇവിടെ ഡെൽറ്റ 127. 127 കറസ്പോണ്ടിങ് ആയിട്ട് പോസിറ്റീവ് സൈഡിലും 129 കറസ്പോണ്ടിങ് ആയിട്ട് നെഗറ്റീവ് സൈഡിലായിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് വരുന്നത്. ഓക്കെ. അല്ലെങ്കിൽ വൈസ് വേഴ്സ ഏതിലും ആയിക്കോട്ടെ, ഒന്നുകിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്. ഓക്കെ. അപ്പോൾ അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇഫ് dr/r എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ, dr/r നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ നമുക്ക് ഇക്വേഷൻ ഇത് ഓൾറെഡി പോസിറ്റീവാണ്. അപ്പോൾ dr/r നെഗറ്റീവ് ആണെങ്കിൽ ഈ വാല്യൂ നെഗറ്റീവായിട്ട് മാറും. അപ്പോൾ ഡെൽറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിട്ട് മാറി, നെഗറ്റീവ് സൈഡിൽ. അതായത് ഓക്കെ സോറി, ഇവിടെ ഈ ഒരു കേസിൽ, ഈ ഒരു പർട്ടിക്കുലർ മോളിക്യൂൾസിൻ്റെ കേസിൽ dr/r എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അതുപോലെ അത് I127 കറസ്പോണ്ടിങ് ആയിട്ട് dr/r പോസിറ്റീവ് ആയിരിക്കും ഫോർ I129 കറസ്പോണ്ടിങ് ആയിട്ട്. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു കണ്ടീഷൻ സൈ ഓഫ് സീറോ സോഴ്സ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് സൈ ഓഫ് സീറോ അബ്സോർബറിനേക്കാളും. അതായത് ഈ വാല്യൂ വളരെ ചെറുതും ഈ വാല്യൂ വളരെ കൂടുതലായിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നെഗറ്റീവ് ആവും. dr/r എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ ഡെൽറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആവും. അപ്പോൾ ഡെൽറ്റ ഈസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. അതായത് പോസിറ്റീവ് സൈഡിലായിരിക്കും റെസൊണൻസ് കാണിക്കുക. ഇനി dr/r നെഗറ്റീവ് ആണെങ്കിൽ, ഇത് ഓൾറെഡി നെഗറ്റീവ് ആണ്, ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു പോസിറ്റീവ് സൈഡിലേക്കായിരിക്കും. ഇത് പോസിറ്റീവ് ആണെങ്കിൽ, ഇത് നെഗറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഡെൽറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, നെഗറ്റീവ് ഡയറക്ഷനിലേക്കായിരിക്കും അതിൻ്റെ ഒരു എഫക്റ്റ് അവിടെ വരുന്നത്. അപ്പോൾ റെസൊണൻസ് ഒക്യൂർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഐസോമർ ഷിഫ്റ്റ് വരുന്നത് നെഗറ്റീവ് സൈഡിലേക്കായിരിക്കും 129. അതാണ് നമുക്കിവിടെ കിട്ടുന്നത്. 129 നെഗറ്റീവും 127 പോസിറ്റീവായിട്ട് നമുക്കിവിടെ എന്ത് ചെയ്യുന്നത്, ഈ ഷിഫ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ. ഇതാണ് ഐസോമർ ഷിഫ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യം. അപ്പോൾ ഐസോമർ ഷിഫ്റ്റ് ഇത്ര പറയുന്നുള്ളൂ. ഡെൽറ്റ ഇസ് ക്യാൻ ബി റിട്ടൺ ആസ് യൂസിങ് ദിസ് ഇക്വേഷൻ, അല്ലെങ്കിൽ ക്യാൻ ബി കാൽക്കുലേറ്റഡ് യൂസിങ് ദിസ് ഇക്വേഷൻ. ഇനി
ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വാല്യൂ ആണ്. ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണം. അതുപോലെ dr/rൻ്റെ വാല്യൂ നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും ഓരോ മോളിക്യൂൾസിനും. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ സാമ്പിളിനനുസരിച്ച് ഇറ്റ് വിൽ ബി ചേഞ്ച്. അപ്പോൾ അതിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ഡെൽറ്റയുടെ വാല്യൂ ഏത് സൈഡിലേക്കാണ് ഷിഫ്റ്റ് വരുന്നത് എന്ന് നമുക്ക് ചിലപ്പോൾ 2 റെസൊണൻസ് ലൈൻ കാണിക്കാറുണ്ട് സെയിം സീരീസിൽ തന്നെ. അതിനൊരു എക്സാമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു കേസ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞത് Na3H2IO6 എന്നതാണ്. ഇവിടെ ഉപയോഗിക്കുന്ന സോഴ്സ് എന്ന് പറയുന്നത് സിങ്ക് ടെല്ലറൈഡ് എന്ന് പറയുന്ന സോഴ്സാണ്. ഇവിടെ 2 റെസൊണൻസ് ആണ് കാണിക്കുന്നത്. ഒന്ന് പോസിറ്റീവ് സൈഡിലും 129 നെഗറ്റീവ് സൈഡിലുമായിട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇത്രയാണ് നമുക്ക് ഐസോമർ ഷിഫ്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് നമുക്ക് ഹൈപ്പർ ഫൈൻ ഇൻട്രാക്ഷൻ, അതായത് ഈ മോസോബിയറിൽ എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് എഫക്റ്റ് ചെയ്യുന്നത് എന്നതുള്ളതാണ് നമുക്കിനി അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.